ഇറാന് നേർക്ക് ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇതൊരു അനിവാര്യമായ ആക്രമണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ഒരു വീഡിയോയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്. പിയാസുല്ലും ഫൈസൽ ഹംസയും തുടരുന്നുണ്ട്. പിയാസുല്ലിലേക്ക് സുനിൽ, ഇപ്പോൾ ഭീകരർക്ക് താവളമാകുന്ന രാജ്യമാണ് ഇറാൻ എന്നാണ് അമേരിക്ക പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ആസ്ഥാനമായിരിക്കുന്ന ലെബനനിലേക്കും ആക്രമണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്നവരെയും വെറുതെ വിടില്ല എന്നുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇതൊരു നീണ്ട യുദ്ധമെന്നുള്ള സൂചന നൽകിയല്ലേ അമേരിക്കൻ സൈനികർക്കും യുദ്ധത്തിന് തയ്യാറാകാനുള്ള ഒരു ആഹ്വാനം ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട്. സ്മൃതി, ഉറപ്പായും ഇതിപ്പോൾ ഭീകരതയ്ക്കെതിരെയുള്ള ആക്രമണം എന്ന നിലയിലാണ് ട്രംപ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇറാനുമായുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പ്രധാനമായും ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ്. നമുക്കറിയാം, യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇറാനോട്. പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന പുനരാരംഭിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ അനുവദിക്കണം എന്നതായിരുന്നു അമേരിക്കയുടെ രണ്ടാമത്തെ ആവശ്യം. ഇറാന്റെ മിസൈൽ സംവിധാനത്തിനും പ്രോക്സി ഗ്രൂപ്പുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതായിരുന്നു മൂന്നാമത്തെ ആവശ്യം. ഈ വിഷയങ്ങളിലാണ് പ്രധാനമായും അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ ചർച്ചകൾ നടന്നത്. എന്നാൽ ആ ചർച്ചകൾ വിജയിച്ചില്ല എന്നതിന് തൊട്ടു പിന്നാലെയാണ് ഏതായാലും അമേരിക്ക ഇപ്പോൾ ഒരു ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്, ഇസ്രയേലിനെ ഒപ്പം നിർത്തിക്കൊണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇത് ഭീകരവാദത്തിനെതിരെയുള്ള ആക്രമണമാണ്, ഇറാൻ ഭീകരവാദത്തിന്റെ താവളമാണ്. അപ്പോൾ ഭീകരതയ്ക്കെതിരെയുള്ള ആക്രമണത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ അമേരിക്കൻ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ഇത് വലിയൊരു പോരാട്ടമാണ് എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതൊരു യുദ്ധമായി തന്നെ ട്രംപ് കാണുകയാണ്. ഒരു യുദ്ധമായി തന്നെ കണ്ടുകൊണ്ട് ഒരു വലിയ സൈനിക നീക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അമേരിക്ക നടത്തുന്നു. ഇപ്പോഴത് ആരംഭിച്ചിരിക്കുന്നു. ആ ഒരു സംഘർഷ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങളാണ് ഇറാന് നേരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിന്യസിച്ചത്. ഇറാന്റെ ചുറ്റും അത്രയ്ക്ക് വലിയ സൈനിക വിന്യാസം അമേരിക്ക നടത്തി. 2 വിമാനവാഹിനി കപ്പലുകൾ എത്തിച്ചു. USS എബ്രഹാം ലിങ്കൺ, ഒപ്പം തന്നെ USS ജെറാൾഡ് ഫോർഡ് എന്നീ 2 വിമാനവാഹിനി കപ്പലുകൾ അവിടെ എത്തിച്ചു. സ്ട്രൈക്ക് ഗ്രൂപ്പുകളെ അവിടെ എത്തിച്ചു. അത്യാധുനിക പോർ വിമാനങ്ങൾ ഈ പ്രദേശത്ത് വിന്യസിച്ചു. അങ്ങനെ ഇറാനെ പൂർണ്ണമായി ആക്രമിക്കുക എന്ന ലക്ഷ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അമേരിക്ക പദ്ധതിയിട്ടിരുന്നു. ആ ഒരു പദ്ധതി നടപ്പാക്കുക തന്നെയാണ് ഏതായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇസ്രയേലാണ് ആക്രമണം ആരംഭിച്ചത് എങ്കിൽ പോലും അമേരിക്ക കൂടി ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്ക തന്നെ നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു എത്ര നാൾ ഈ ഒരു സംഘർഷം തുടരും, ഏത് നിലയിൽ ഇത് പുരോഗമിക്കും എന്നത് തീർച്ചയായും വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇറാനുമേൽ ഇങ്ങനെയൊരു ആക്രമണ നീക്കം കഴിഞ്ഞ കുറേ കാലമായി അമേരിക്ക നടത്തുന്നതാണ്. നമുക്കറിയാം, നേരത്തെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക സ്ഫോടനം നടത്തിയിരുന്നു. അത് 2025 ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇറാന്റെ ആണവായുധ നിർമ്മാണം പൂർണ്ണമായി തടഞ്ഞു എന്നൊക്കെയുള്ള അവകാശവാദം അന്ന് ട്രംപ് നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും ഇറാൻ ആ നീക്കങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയൊരു ആക്രമണം അമേരിക്ക തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ഇത് ഈ ഒരു നീക്കം എന്ന് പറയുന്നത് ഇറാൻ അമേരിക്ക സംഘർഷമായി മാത്രം നിൽക്കുന്നതാകില്ല എന്ന കാര്യം ഉറപ്പാണ്.